എൻ്റെ ജീവിതം എന്ത് മാറാനാ, ഇത്രയും ഏജായി, ഇനി എന്ത് അവസരങ്ങളാണ് എനിക്കുള്ളത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും മൊത്തമായിട്ട് കാണണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നേ ഒരു കുറച്ച് നാൾ മുന്നേ വരെ. പക്ഷെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന ചില മാറ്റങ്ങൾ, ചില പുതിയ അവസരങ്ങൾ, അത് എങ്ങനെ അതിനകത്തേക്ക് ഞാൻ എത്തിപ്പെട്ടു എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ജീവിതം തുടങ്ങുമ്പോൾ നമ്മളെല്ലാം ഉണ്ടായിട്ടാണോ തുടങ്ങണേ? ഒരു കുഞ്ഞു കൊച്ച് നമ്മൾ ആയിട്ട് ജനിച്ച സമയം തൊട്ട് നമ്മൾ ഇത്രയും വലുതായി, ഇത്രയും ഏജായി, നമ്മൾ ഇത്രയും നേടിയ കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടാണോ നമ്മളിതൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ഒരിക്കലും അല്ല അല്ലേ. നമ്മൾ സീറോന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, എല്ലാവരും സീറോന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സീറോ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും അവസാനം എന്ന് ചിന്തിക്കുന്ന കുറേ കാറ്റഗറി ആൾക്കാരുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. സീറോ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് അല്ലേ. നമ്മളുടെ നമ്പർ 1 2 3 സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സീറോ എന്ന് പറയുന്നത് 0 1 2 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് ആണ് സീറോ. എത്ര സക്സസ്ഫുൾ ആയിട്ട് ജീവിതത്തിൽ ഒരു ബിസിനസ് ആവട്ടെ, ഇനി ബിസിനസ് അല്ലാതെ ജസ്റ്റ് നോർമൽ ലൈഫ് ആവട്ടെ, എത്ര ഹാപ്പി ആയിട്ടാണെങ്കിലും എത്ര സക്സസ്ഫുൾ ആയിട്ടാണെങ്കിലും ഒരു ജീവിതം ഇപ്പം മുന്നോട്ട് പോകുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഒരു ലെവലിൽ നിന്ന് തുടങ്ങിയേക്കുന്നതാണ് അല്ലേ. നമ്മളും അതുപോലെ തുടങ്ങുന്നതാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വന്ന ചില കാര്യങ്ങൾ, ചില എടുത്തേക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ എവിടെയാണെന്നുള്ളത് നമ്മൾ നിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയാണെങ്കിലും ഇപ്പം നമുക്ക് 35 വയസ്സാവട്ടെ, 40 വയസ്സാവട്ടെ, 50 വയസ്സാവട്ടെ, എത്ര ഏജ് ആണെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാവുന്ന ഒരു സ്റ്റേജ് നമുക്ക് എപ്പോഴും നമ്മുടെ കൺട്രോളിലുണ്ട് അല്ലേ. നമ്മുടെ ജീവിതത്തിൻ്റെ കീ എന്ന് പറയുന്നത് നമ്മളാണ്. നമ്മുടെ ജീവിതം എഴുതുന്നത് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. സോ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ചേഞ്ച് നിശ്ചയിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് അതെന്ന് പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും കേസിൽ അത് തന്നെയാണ്. നമ്മൾ വേണ്ടാന്ന് വെച്ച ഒരു കാര്യം വേണ്ട, നമ്മൾ വേണം എന്ന് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് അതിന് ഹാർഡ് വർക്ക് ഇടും അല്ലേ. എല്ലാവരുടെയും കേസിൽ അങ്ങനെയാണ്. നമ്മുടെ ജീവിതം എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടോ, ആ സ്റ്റക്കായതിന് കാരണം നമ്മൾ എന്തോ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. നമ്മളിനി മുന്നോട്ട് പോകണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചത് കൊണ്ടാണ് നമ്മുടെ ജീവിതം സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ട്, അതൊരു വീടായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു വണ്ടി വേണം എന്നായിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്ത് പോയി ഒന്ന് പഠിക്കണം എന്നായിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അത്രമാത്രം ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാതിരുന്നിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യം നമുക്ക് നടക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് നമ്മൾ അതിനനുസരിച്ച് എഫേർട്ട് ഇടുന്നുണ്ട്. നമ്മൾ അതിനു വേണ്ടി എന്തും ചെയ്യും. നമ്മൾ പറയാറില്ലേ, ാലും എനിക്കത് നടത്തിയേ പറ്റൂന്ന്. അങ്ങനെ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കി, എന്തായാലും നടന്നിട്ടുണ്ടല്ലേ. എന്ത് സംഭവിച്ചാലും ഞാനത് നടത്തിയിട്ടേ നിർത്തുള്ളൂ എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ പോയിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് അത്രമാത്രം സ്ട്രോങ് ആണ്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ആ ആഗ്രഹം നടത്തിത്തരാൻ വേണ്ടി നമ്മുടെ ഫുൾ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ആ ഒരു ആഗ്രഹത്തിൻ്റെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ഒരു കാർ വേണം, പക്ഷെ ഇന്നത് അത്ര ആഗ്രഹമില്ല. ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആഗ്രഹമുണ്ട്, എന്നാ വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നുള്ളൊരു മൈൻഡിൽ പോണ കാര്യങ്ങൾ നമ്മുടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഒന്നും നടന്നിട്ടുണ്ടാവില്ല. കാരണം എന്താ? നമുക്കത് ആഗ്രഹം ഇല്ല. ശരിക്കും പറഞ്ഞാൽ 100% നമുക്ക് അതിനകത്തേക്ക് എഫേർട്ട് ഇടാനുള്ള ഒരു മൈൻഡില്ല നമുക്കല്ലേ. നമ്മുടെ ആ മൈൻഡ് സെറ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചിന്താഗതിയാണ് നമ്മുടെ ഏത് സക്സസിൻ്റെയും പിന്നിലുള്ള ഒരു കാര്യം എന്നാണ് എൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു, എനിക്ക് സ്വന്തമായിട്ട് ഈ നമ്മുടെ നോർമൽ ജോലിയിൽ നിന്നല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അത് ഇപ്പോൾ ആരെങ്കിലും സഹായിച്ചിട്ട് അവരുടെ ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി എനിക്കായിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു. അത് ഒരുപാട് നാളുകളായിട്ട് ഞാനിങ്ങനെ എന്താ പറയുക, ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പല ഇങ്ങനെ നമുക്ക് ഇപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിലും പല സാഹചര്യങ്ങളും നമ്മളെ അതിൽ നിന്ന് പിന്മാറിക്കാനുള്ളൊരു
ഒരു നെഗറ്റിവിറ്റി ഉണ്ട് എല്ലാത്തിനകത്തും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് കുറച്ച് ഡെക്കറേഷൻസ്, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ആൾക്കാരായിട്ട് കൂടുതൽ ഇടപഴകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബലൂൺ ഡെക്കറേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം കുറച്ച് നമുക്കിവിടെ എന്താ പറയുന്നത്, കാനഡയിലാണെങ്കിലും ഓസ്ട്രേലിയ, എവിടെ ഏത് രാജ്യങ്ങളാണെങ്കിലും നമുക്ക് കുറച്ച് എന്താ പറയുന്നത് നാട്ടിൽ അത്ര ഇല്ല തോന്നുന്നു. പക്ഷെ പുറം രാജ്യങ്ങളിൽ കുറച്ചും കൂടി ഇവൻറ്റ്സിനൊക്കെ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ ബലൂൺസ് ആണ് ഡെക്കറേഷൻസ് വരുന്നത്. സോ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് പോയി ഡെക്കറേഷൻ ചെയ്യുക, കുറേ ആൾക്കാരായിട്ട് പരിചയപ്പെടുക, അവരായിട്ട് സംസാരിക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇത് ഞാൻ ആലോചിച്ച് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തിന് മേലെ, അതായത് ഞാനിവിടെ 2020 വന്നപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പക്ഷെ ഓരോ പ്രാവശ്യം ഞാനത് ചെയ്യണം എന്ന് ആഗ്രഹിക്കും തോറും, അല്ലെങ്കിൽ അത് ഞാൻ എൻ്റെ ഹസ്ബൻഡായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും ഒരുപാട് നമുക്കതിൻ്റെ ഒരു എന്താ പറയുന്നത് നെഗറ്റീവ്സാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആരും സപ്പോർട്ട് ചെയ്യാനില്ല എന്നല്ല, സപ്പോർട്ടിനേക്കാൾ ഉപരി എന്താ പറയുന്നത് അതിൻ്റെ ഒരു നമ്മുടെ സാഹചര്യം, കുട്ടികളുണ്ട്, അപ്പോൾ കുട്ടികളുള്ളപ്പോൾ നമുക്കത് പോയി ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, നമ്മുടെ സ്കെഡ്യൂൾസ് എന്ന് പറയുന്നത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഹസ്ബൻഡ് വർക്കിംഗ് ആണ്, അപ്പോൾ ഹസ്ബൻഡ് ഉള്ള സമയത്ത് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികൾ ഡേ കെയറിലും അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇൻ കേസ് നൈറ്റൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടാന്ന് വെക്കാനുള്ള കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ 2022, 2023 എന്നുള്ളൊരു സമയം എന്ന് പറയുന്നത് 2022 ഞാൻ ഏകദേശം അത് ഓക്കെ എന്തായാലും എനിക്കത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഫുൾ ഒരു എന്താ പറയുന്നത് അത്രയും നമ്മൾ സ്ട്രോങ് ആയിട്ട് എന്തായാലും ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ആഗ്രഹിച്ചൊരു വർഷം 2022 അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും അത് പറ്റില്ല എന്ന് എൻ്റെ മനസ്സിൽ വന്ന എന്തൊക്കെ കാര്യങ്ങൾ എനിക്കുണ്ടോ അതിനെയെല്ലാം ഞാൻ പറ്റുമെന്ന് എനിക്ക് ബോധ്യം വരുന്ന രീതിയിലൊരു റീസൺ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട്. അത് നമ്മുടെ മൈൻഡാണ് അതിനെ സെറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നിയിരുന്ന കാര്യം, ഞാനിപ്പോൾ അത് ചെയ്യാൻ പോകുന്ന ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ജോലിക്ക് പോകുന്ന ടൈമാണ് എന്നുണ്ടെങ്കിൽ ഞാനതെങ്ങനെ കമ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാനതെങ്ങനെ ചെയ്യും. അപ്പം ഞാനിത് ബിസിനസ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം അങ്ങനെ ചിന്തിച്ച കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് എന്തുകൊണ്ട് എനിക്ക് വീട്ടിലിരുന്ന് ചെയ്ത് കൊടുത്തുകൂടാ, ആൾക്കാരെ എന്തുകൊണ്ട് വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയി കൂടാ, അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ ചിന്തിച്ചത്. സോ അത് വർക്കൗട്ടായി. അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അത്രയും ആഗ്രഹിച്ചപ്പോൾ ഞാൻ അതിനു വേണ്ടി കാരണങ്ങൾ ഉണ്ടാക്കി ചെയ്യാൻ എനിക്ക് പറ്റണം എന്ന് ബോധ്യമാവുന്ന രീതിയിലുള്ള കാരണങ്ങൾ ഞാൻ ഉണ്ടാക്കി. പകരം എനിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളെ ഞാൻ അവിടെ ഹൈഡ് ചെയ്തു എന്നതിനേക്കാളും ഉപരി എനിക്ക് തോന്നുന്നു അതിനെ മറയ്ക്കാൻ വേണ്ടി ഞാൻ പുതിയ കാരണങ്ങൾ പോസിറ്റീവായിട്ട് ഉണ്ടാക്കി. അല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് കാരണങ്ങളും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ കാരണങ്ങളുണ്ടല്ലേ, ഏത് കാര്യമാണെങ്കിലും. അതിപ്പോൾ ഇപ്പോൾ ഒരു കുട്ടികളെ വെച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണ കാര്യം എന്നോട് പലരും ചോദിച്ചേക്കുന്ന കാര്യം, എങ്ങനെ ഈ 2 പിള്ളേരെ വെച്ച് ഇത്ര വീഡിയോ എഡിറ്റ് ചെയ്യണേ, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, ഇതിനൊക്കെ സമയം വേണ്ടേ? എൻ്റെ ചാനലിൽ ഒരുമാതിരിപ്പെട്ട, അതായത് ശരിക്കും ആക്റ്റീവായിട്ടുള്ള ചാനലിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ദിവസങ്ങളിലും വീഡിയോസ് ഉണ്ട്. എനിക്കൊന്നും വീഡിയോ ഇല്ലാത്ത ദിവസങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു പാസ്റ്റ് 5-6 മന്ത്സിനകത്ത് വീഡിയോസ് ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനെങ്ങനെ സമയം കിട്ടുന്നു എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ട കാര്യം, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു കാര്യം. സോ ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ എല്ലാ പണികളും ഞാൻ ഒന്നും സ്കിപ്പ് ചെയ്തിട്ടല്ല ഈ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാൻ പിള്ളേരുടെ ഭക്ഷണം സ്കിപ്പ് ചെയ്തോട്ടോ, എൻ്റെ കുക്കിംഗ് സ്കിപ്പ് ചെയ്തോട്ടോ, എൻ്റെ ജോലി സ്കിപ്പ് ചെയ്തോട്ടോ, ഇതൊന്നും ചെയ്തിട്ടല്ല ചെയ്യുന്നത്. പക്ഷെ എന്നാലും എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യമായതുകൊണ്ട്, എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് എനിക്കുണ്ട്, എനിക്ക് കണ്ടെത്താൻ ആ സമയമുണ്ട്. അതായത് അത് ചിലപ്പോൾ രാത്രി ആയിക്കോട്ടെ, വെളുപ്പിന് എഴുന്നേറ്റായിക്കോട്ടെ, ഞാൻ ചെയ്തേക്കുന്ന സമയങ്ങളുണ്ട്. വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് രാത്രിയൊക്കെ വരെ 12 മണി 1 മണിയൊക്കെ വരെ ഉറങ്ങാതെയൊക്കെ വന്ന് ഇരുന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊരു ടയേർഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എനിക്കത് അത്രയും എന്താ പറയുന്നത്, ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഈ സാധാ നമ്മുടെ ഒരു നോർമൽ റൊട്ടീനിൽ നിന്ന് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നത്, ജോലിക്ക് പോകുന്നത്, കുക്കിംഗ് പരിപാടികൾ ചെയ്യുന്നുണ്ട്, വീട്ടിൽ ബാക്കി ക്ലീനിങ് പരിപാടികൾ, കഴുകുക എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് മാറി ഒരു ഒരു വേറൊരു ആക്ടിവിറ്റി, അത് ഞാൻ എൻജോയ് ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിന് ഞാൻ സമയം എന്ന് പറയുന്നത് എന്തൊക്കെ വന്നാലും ഞാൻ കണ്ടെത്തും. അപ്പം ഞാൻ ഇത്രയും ഉദ്ദേശിച്ചോളൂ, നമ്മൾക്ക് ആഗ്രഹമുള്ളൊരു കാര്യമാണെങ്കിൽ, നിങ്ങളൊരു ഡ്രീമിനെ ചേസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനെക്കുറിച്ച് ആ കാര്യത്തിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളൊന്ന് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടൊന്ന് ആഗ്രഹിച്ച് നോക്കി, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടൊന്ന് പരിശ്രമിച്ച് നോക്കി, എന്തായാലും കിട്ടാതിരിക്കില്ല കേട്ടോ. ഇത് എൻ്റെ അനുഭവമാണ്. എനിക്കൊന്നും ഒരുപാട് പേർക്ക് ഇതുപോലെ ഷെയർ ചെയ്യാനുണ്ടാവും കാര്യങ്ങൾ. ആ ചെറിയൊരു തോട്ട് ഒന്ന് എന്താ പറയുന്നത്, സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. വളരെ ഷോർട്ടായിട്ട് ഞാൻ ഉദ്ദേശിച്ച വീഡിയോ ആണ്, പക്ഷെ കുറച്ച് ലോങ് ആയി പോയി തോന്നുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു നമ്മൾ ചേസ് ചെയ്യുന്ന ഡ്രീം ആണെങ്കിലും അതിനകത്തേക്ക് എത്താൻ നിങ്ങൾ മാത്രം ശ്രമിച്ചാൽ മതി അല്ലേ. അതിൻ്റെ സാഹചര്യങ്ങൾ നമുക്ക് എന്തൊക്കെയും സപ്പോർട്ട് വേണോ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണം എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും. പക്ഷേ നമ്മുടെ സൈഡിൽ നിന്നുള്ള ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത്, നമ്മുടെ സൈഡിൽ നിന്നുള്ള ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നതാണ് എല്ലാത്തിനേക്കാളും ഉപരി നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക, എന്തായാലും മിസ് ചെയ്യാതിരിക്കില്ല. നിങ്ങൾ എന്തായാലും ഡ്രീമിലേക്ക് എത്തിയിരിക്കും, 100% ഷുവർ. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ.